രാം നാരായൺ രാം. ഞങ്ങളുടെ ശരീരയന്ത്രത്തോടൊപ്പം ഒന്നിക്കുന്നു. മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നതിനാൽ അത്രയല്ലാതിരുന്നത് എവിടേക്കെങ്കിലും പോയാൽ ഒരു ഗൗരവമേറിയ സ്വരത്തിലേക്ക് കൃഷിച്ചു കൊണ്ടുവരുന്നതുപോലെ തോന്നുന്നു. ശൂന്യമായ മുറിയിലിരിക്കുന്നു, താനെ കരുതലിൽ മുഴുകി ഇരിക്കുക. ആളുകൾ കാണുകയായാൽ പറയും, ഇവൻ പൈതലായോ? എന്നാൽ നീ പറയുന്നത്, അയ്യോ ഇത് ശബ്ദിക്കുന്നു ഓരോ തവണയും വ്യത്യസ്തമായി. യഥാർത്ഥ ഉസ്താദുകൾ ഇത് മനസ്സിലാക്കി ആഹാ ആഹാ എന്ന് പറയും. ആധുനികർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വരത്തിൽ ലയിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേൾക്കുന്ന സ്വരം അസംബന്ധമായി തോന്നുന്നു. പാടുമ്പോൾ ശരിയായ താളം നൽകുന്നില്ലെങ്കിൽ അതുവഴി കഠിനമായി പ്രതികരിക്കും, മനസ്സിൽ വിരസത ഉണ്ടാകും. ഇങ്ങനെ തമ്മിൽ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉദാഹരണത്തിന്, നീ രാത്രിയിരിക്കുമ്പോൾ ആരെങ്കിലും ഭാര്യ മുകളിലായി ഇരിക്കുകയാണെങ്കിൽ അവളെ കിഴേക്ക് കൊണ്ടുവരുന്നവനെ കാണും. എന്തുകൊണ്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നും. എല്ലാവരും ഒരേ സ്വരത്തിൽ ലയിക്കുന്നതിനാലാണ്. എല്ലായിടത്തും അണുക്കളും പരമാണുക്കളും ഏകദിശയായാൽ അതിനാലാണ് ഇത് സാധ്യമാകുന്നത്. ഖയാൽ പാടുന്നവൻ മിത്വ മിത്വ എന്ന് വിളിച്ചുകൊണ്ട് നിന്നെ പൈതലാക്കും. കുഴിയില്ലാതെ ഒരു ചെറിയ മിത്വ എവിടെ പോയി? അല്ലെങ്കിൽ ഫത്വ എന്നൊക്കെ പറഞ്ഞ് പൈതലാക്കും. ഇങ്ങനെ തോവ പോലും ഒരു മന്ത്രമായി മാറാൻ കഴിയും. ഉസ്താദുകൾ എത്ര വകയായും ചിന്തിക്കുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? നീ എവിടേക്കാണ് വന്നിരിക്കുന്നത്? ഓരോ സ്ഥലത്തും ഗായകരുടെ കുടുംബവഴി ഖരാന ഉണ്ട്. ഇവിടത്തെ ഗായകർ തയ്യാറാകുമ്പോൾ അവർ എങ്ങനെ പാടിയിരിക്കും, ഇത് എങ്ങനെ സംഭവിച്ചു എന്നതുപോലെ തോന്നും. അവർ എത്ര ജപം ചെയ്യുന്നു, പക്ഷേ അതിനാൽ അവരുടേതായി ആകുന്നില്ല.